ഇപ്പോൾ ഒരു കപ്പ് റവ കൊണ്ട് അടിപൊളി ചായക്കടിയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രമാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോഴേ വീഡിയോയിലേക്ക് പോവാം. ഒരു കപ്പ് റവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം. അതായത് ഈ റവ എടുത്ത അതേ അളവിൽ തന്നെ വെള്ളം ഒഴിക്കാം. ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇളകി വരാൻ എളുപ്പത്തിന് വേണ്ടി ലേശം വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒഴിച്ചാൽ മതി. ഇത് നമുക്കിനി ആറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ആറിയിട്ടുണ്ട്. ആറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കാം. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു തക്കാളിയുടെ പകുതി എടുത്ത് അതിൻ്റെ അകത്തെ മാതളമൊക്കെ മാറ്റി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഒരു എണ്ണ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ക്യാരറ്റ്, ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക്, ഇത് ഗ്രേറ്റർ ഇല്ലാത്തവർക്ക് അത് പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതി. ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. തോരൻ എല്ലാവരും അരിയുന്നതാണ്. അതുപോലെ വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ ഒന്ന് പിഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇത്തിരി കൂടെ കൂടുതൽ എടുത്താലും ഒന്നുമില്ല. പിന്നെ ഒരു സവാള പൊടിയായിട്ട് പകുതി സവാള, ഒരു സവാളയുടെ പകുതി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ ഈ മാവിൻ്റെ അളവനുസരിച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ സവാളയുടെ പകുതി ഞാൻ ചേർത്ത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത്, കറിവേപ്പില ചേർത്ത്, ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുണ്ട്, തക്കാളിയും ചേർത്ത്, പച്ചമുളകും ചേർത്ത്. ഇപ്പം ക്യാരറ്റ് പകുതി ചേർത്താൽ മതി. ഇത്രയും ക്യാരറ്റ് ഇല്ലെങ്കിലും ഒന്നുമില്ല, ക്യാരറ്റ് അത്രയും ചേർത്താലും ഒന്നുമില്ല. അപ്പോൾ ബാക്കി നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഞവടി യോജിപ്പിക്കണം. എല്ലാം ഞവടി യോജിപ്പിച്ചതിന് ശേഷം ഇത് ഓരോ ഉരുളകളാക്കി എടുത്ത് നല്ലതുപോലെ ഒന്ന് പരത്തി ഇങ്ങനെ വയ്ക്കാം. ഒന്ന് കയ്യിലൊട്ടി പിടിക്കുന്നത് തടയാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചു കൊടുത്താൽ മതി. ഇതുപോലെ വേഗം പരത്തിയെടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ അതെല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറൊരു പാത്രത്തിൽ ഒരു മുട്ട ഉടച്ചൊഴിക്കുകയാണ്. മുട്ട നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പം മുട്ട ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റവയുടെ സ്ഥാനത്ത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം. അരിപ്പൊടി എടുക്കുന്നത് ബ്രെഡിൻ്റെ പൊടി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇത് ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു നുള്ളു ഉപ്പ്, ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കൈ കൊണ്ട് തന്നെ. അപ്പോൾ ഈ റവയുടെ സ്ഥാനത്ത് അരിപ്പൊടിയോ ബ്രെഡിൻ്റെ പൊടിയോ റൊട്ടിപ്പൊടി അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം.
പാൻ അടുപ്പത്തേക്ക് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിക്കുന്ന എണ്ണ മുങ്ങിക്കിടക്കുകയൊന്നും വേണ്ട. നമ്മൾ ഇടുന്ന സാധനത്തിന് പകുതി മുങ്ങിയിരിക്കത്തക്ക രീതിയിൽ മതി എണ്ണ. അപ്പോൾ നമ്മൾ പരത്തിയെടുത്ത് അവിടെ വെച്ചത് ഒരു 5 മിനിറ്റോളം ആയി. അപ്പോൾ ഈ 5 മിനിറ്റ് കൊണ്ട് അതൊന്ന് ഉറച്ചിട്ടുണ്ട്, നല്ലപോലെ കട്ടിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മുട്ടയിലോട്ട് നമ്മളങ്ങോട്ട് പുരട്ടിയിട്ട് ഇവിടെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന റവയിലോട്ട് ഒന്ന് മിക്സ് ചെയ്യും, ഒന്ന് മുക്കിയെടുക്കും. മിക്സ് ചെയ്യുകയല്ല, ഒന്ന് പുരട്ടിയെടുക്കും. അതിനുശേഷം നമ്മൾ ഈ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കും. അതുപോലെ നമുക്ക് ഓരോന്നും പുരട്ടിയെടുക്കാം. ഇപ്പം ഞാൻ ഇതൊരു പ്രാവശ്യം ഒന്ന് തിരിച്ചിട്ടായിരുന്നു, ഇനി വീണ്ടും ഒന്ന് മറിച്ചിടയാണ്. ഇതുപോലെ 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പൊട്ടിയൊന്നും പോകില്ല, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. നല്ലൊരു പലഹാരമാണ്, എല്ലാവർക്കും തയ്യാറാക്കാം. വലിയ ചിലവൊന്നുമില്ല. വീട്ടിലുള്ള എപ്പോഴും നമ്മളെ വീട്ടിൽ ഇപ്പോൾ ഓണായിട്ട് ഇതൊക്കെ ഇല്ലാത്ത വീട് കാണില്ല. അപ്പോൾ പെട്ടെന്നൊരു ചായക്കടി ഉണ്ടാക്കാം. ഒരു കപ്പ് റവ എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം, എല്ലാവർക്കും കഴിക്കാം. ഇതിപ്പോൾ ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് തിരിച്ചിടുന്നത്. കരിയാതിരിക്കാനും നല്ല പരുവത്തിൽ കിട്ടാനും അങ്ങനെ 2-3 പ്രാവശ്യം തിരിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ഇതൊക്കെ ഞാൻ മുട്ടയിൽ മാത്രം മുക്കിയാണ് വെക്കുന്നത്, പൊടിയിൽ മുക്കാതെ, പൊടിയിൽ തൊടാതെ മുട്ടയിൽ മാത്രം മുക്കി ഇങ്ങനെ വെച്ച് കാണിക്കുന്ന എന്തിനാ, അങ്ങനെയും നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇത് റവ വെന്തതാണ്, ബാക്കിയുള്ളതിനൊന്നും അത്ര വേവില്ല. ഈ എണ്ണയിൽ വെന്ത് വരാനുള്ള സാധനങ്ങളേ ഉള്ളൂ. ഇത് ഞാൻ ആദ്യമേ മുക്കിയത്. ഇപ്പോൾ ഇങ്ങനെ മാത്രം വേണമെങ്കിലും വെക്കാം. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ ഒരു കാര്യം, നമുക്ക് അധികമുള്ള മുട്ട എടുത്ത് ഇതിലോട്ട് ഒഴിക്കാം. ഇപ്പോഴത് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കരിയത്തൊന്നുമില്ല. നമ്മൾ ആ പരുവം നോക്കി കഴിഞ്ഞ് ഇളക്കി എടുത്താൽ മതി. മറക്കാതെ കൂടെ എല്ലാം ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. ഞാൻ തിരിച്ചിട്ടതാണ്, വീണ്ടും തിരിച്ചിടുകയാണ്. അതുപോലെ കൂടെ തിരിച്ചിട്ട് കൊടുക്കണം, എന്നാലേ നമുക്ക് കരിയാതെ പാകത്തിന് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിന് തീ ഓഫാക്കി പാത്രത്തിലേക്ക് കോരി മാറ്റാം. എണ്ണ എല്ലാവരും സൈഡിലോട്ടാക്കി ഇപ്പം ഈ സ്നാക്കെല്ലാം ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പം റവയിൽ മുക്കിയതാണ്, മുട്ടയിൽ മുക്കിയിട്ട് റവയിൽ പുരട്ടി നമ്മൾ പൊരിച്ചതാണ്. ഇത് അതേസമയം മുട്ടയിൽ മാത്രം മുക്കി പൊരിച്ചതാണ്. അങ്ങനെ പൊരിച്ചാലും മതി, അതാണ് കുറച്ചുകൂടി നല്ലത്. ഇത് പിന്നെ ചവച്ച് കഴിക്കാൻ ഉള്ള ഒരിതിൽ നമുക്കിങ്ങനെ ഉണ്ടാക്കിയാലും കഴിക്കാം. എന്നാലും രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ പെട്ടെന്നൊരു ചായക്കടി തയ്യാറാക്കണമെങ്കിൽ 1 കപ്പ് റവ എടുത്ത് നിങ്ങൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് അടിപൊളി പലഹാരം ഉണ്ടാക്കാം. ഇപ്പോഴടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക് യു.